ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദേവീ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും പണം, അത് നമുക്ക് അധികം വേണ്ട, പണം ആളെ കൊല്ലിയാണ് എന്നൊക്കെ സാധാരണ ആളുകൾ പറയും. പക്ഷേ പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ പണം അത്യാവശ്യമാണ്. നമുക്ക് ജീവിക്കാൻ പണം വേണം, ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, സമൂഹത്തിൽ മാന്യമായി ജീവിക്കണം. അതിന് നമുക്ക് ആവശ്യത്തിന് പണം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഹിന്ദുമത വിശ്വാസപ്രകാരം നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? മഹാലക്ഷ്മിയെയാണ് പ്രാർത്ഥിക്കുന്നത്. മഹാലക്ഷ്മിയാണ് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്. പണം മാത്രമല്ല ഐശ്വര്യം, നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, അതും ഐശ്വര്യമാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകണം, നല്ല പേരുണ്ടാകണം. ഒരുപാട് പണമുണ്ട്, പക്ഷേ സമൂഹത്തിൽ ഒരു വിലയും ഇല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഐശ്വര്യം എന്ന് പറയുന്നത് പല മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായി മഹാലക്ഷ്മിയെയാണ് പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് ഭഗവതി. അതുകൊണ്ടാണ് ലൗകിക വിഷയങ്ങളിൽ പെട്ടു ജീവിക്കുന്ന മനുഷ്യര് ലളിതാ സഹസ്രനാമം ജപിച്ച് ദേവിയെ ഉപാസിക്കുന്നത്. ദേവീ ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പൗർണമി. ഈ വരുന്ന ഒക്ടോബർ 6-ാം തീയതി ശരത് പൂർണിമയാണ്. ദേവീ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. പൗർണമി തിഥി ആരംഭിക്കുന്നത് 2025 ഒക്ടോബർ മാസം 6-ാം തീയതി ഉച്ചയ്ക്ക് 12:23 മുതൽ ഒക്ടോബർ 7-ാം തീയതി രാവിലെ 9:16 വരെയാണ്. ഒക്ടോബർ 6-ാം തീയതി ചന്ദ്രൻ ഉദിക്കുന്നത് 5:33 വൈകുന്നേരം ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ ശരത് പൂർണിമയായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ മാസം 6-ാം തീയതിയാണ്. അതുകൂടാതെ അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്രത ദിവസം കൂടിയാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് സാധാരണയായിട്ട് ഭാരതത്തില് വെസ്റ്റ് ബംഗാൾ, ഒറീസ, ആസാം മുതലായ സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ്. അവരുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരുന്നു അന്നേ ദിവസം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരനുഷ്ഠിക്കുന്ന ആ വ്രതത്തിൻ്റെ പേര് കോജാഗരണ വ്രതം എന്നാണ്. അന്നവർ പൂർണ്ണമായ വ്രതനിഷ്ഠയിലിരിക്കുകയും രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് കാരണമായി അവർ വിശ്വസിക്കുന്നത് രാത്രിയിൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഭൂമിയിലുണ്ട് എന്നും എവിടെ ഇരുന്ന് ആര് ആ സമയത്ത് രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടേക്ക് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും എത്തുമെന്നും അവരുടെ എല്ലാ ദുരിതങ്ങളും മാറ്റി അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. അതിനൊരു പ്രത്യേക പൂജാ സമയമൊക്കെ ഉണ്ട്. ആ സമയത്ത് അവര് ഭഗവതിയെ പ്രാർത്ഥിച്ച് ഭഗവതിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് നാമം ജപിച്ചിരിക്കും. അങ്ങനെയുള്ള പൂജാ സമയം എന്ന് പറയുന്നത് അന്നു രാത്രി, അതായത് ഒക്ടോബർ മാസം 6-ാം തീയതി രാത്രി 11:46 മുതൽ പിറ്റേ ദിവസം ഒക്ടോബർ മാസം 7-ാം തീയതി വെളുപ്പിനെ 12:34, അതായത് 12 മണി കഴിയുമ്പോഴേക്കും 7-ാം തീയതി ആകും. രാത്രിയിലാണല്ലോ. 11:46 മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് 12:34.
ആ ഒരു 48 മിനിറ്റ് സമയം മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയ്ക്കായി, ഭഗവതിയോടുള്ള പ്രാർത്ഥനയ്ക്കായി അവർ മാറ്റിവെക്കും. ആ സമയത്ത് അവർ 5 തിരിയിട്ട് നെയ്ദീപം തെളിക്കുകയും മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി ദേവിയെ പൂജിക്കുകയും ചെയ്യുന്നു. മഹാലക്ഷ്മിക്ക് പാലും നെയ്യും ചേർത്ത വിഭവങ്ങൾ വളരെ ഇഷ്ടമാണ്. മധുര പലഹാരങ്ങൾ വളരെ ഇഷ്ടമാണ്. ഒന്നുമില്ലെങ്കിലും പാലും പഞ്ചസാരയും ഏലക്കയും ചേർത്ത് കാച്ചിയെടുക്കുന്ന പാല്, അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ജാതിപത്രി, ഗ്രാമ്പൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചു ചേർക്കാം. ഗ്രാമ്പൂ, ജാതിപത്രി, ഏലക്ക ഇത്രയും സാധനങ്ങൾ പൊടിച്ചിട്ട് വളരെ കുറച്ച് ഒരു നുള്ളുപൊടി അത് ഒരു ഗ്ലാസ് പാല് കാച്ചുന്ന സമയത്ത് അതിനകത്തേക്ക് ചേർത്ത് കുറച്ച് പഞ്ചസാരയോ കൽക്കണ്ടമോ എന്തെങ്കിലും കൂടെ ചേർത്ത് അത് ഒരു പാത്രത്തിലാക്കി ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കാമോ അതൊക്കെ ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിച്ച് ആ സമയത്ത് ഭഗവതിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. സ്ത്രീകൾ അന്നേ ദിവസം ഉപവസിക്കാറാണ് പതിവ്. അവര് തേങ്ങയുടെ വെള്ളം അത് കുടിക്കാറുണ്ട്. തേങ്ങയുടെ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം കുടിച്ചിട്ടാണ് ആ ദിവസങ്ങളിൽ അവർ ഇരിക്കുന്നത്. മറ്റാഹാരങ്ങളൊന്നും തന്നെ അവർ കഴിക്കാറില്ല. പൂർണ്ണമായി വേണമെങ്കിൽ ഉപവസിക്കാം, അതല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം അതാണ് അവർ അന്നേ ദിവസം കുടിക്കുന്നത്. ഈ പൂജയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വീണ്ടും കുളിച്ച് പ്രാർത്ഥിച്ച് അവരുടെ വ്രതം അവർ അവസാനിപ്പിക്കാറുണ്ട്. വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു വ്രതമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് പല തരത്തിലുള്ള ഐശ്വര്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയിട്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഈ വ്രതത്തെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു കഥയുണ്ട്. സ്കന്ദപുരാണം പറയുന്നത്, സ്കന്ദപുരാണത്തിൽ ഈ വ്രതത്തെ പറ്റി വളരെ വിശദമായി പറയുന്നുണ്ട്. ഏറ്റവും ഉന്നതമായ വ്രതങ്ങളിൽ ഒരു വ്രതമാണ് ഈ വ്രതം എന്നാണ് സ്കന്ദപുരാണം പറയുന്നത്. അതായത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്ന ഒരു വ്രതമാണ് കോജാഗരണ വ്രതം. ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഏതൊരു സാധാരണക്കാരനും അവൻ ഈ ജന്മത്തിലും ഇനി വരുന്ന ജന്മങ്ങളിലും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുമെന്നും അവന് സമ്പത്തും കുട്ടികളും മറ്റൈശ്വര്യങ്ങളും എല്ലാം തന്നെ ധാരാളമായി ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ വ്രതത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത് ബാലാഖില്യ ഋഷിയാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോടാണ് ഈ വ്രതത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. അശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി തിഥിയിൽ അന്നു രാത്രിയിൽ ലക്ഷ്മി ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഈ ദിവസം തേങ്ങാവെള്ളം കുടിച്ച് ഇരുന്ന് ഭഗവതിയെ പ്രാർത്ഥിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്നതിനായി അദ്ദേഹം ഒരു കഥ കൂടി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് കോജാഗര പൂജ വ്രത കഥ. മഗധ രാജ്യത്ത് വലിദ് എന്ന ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹം വളരെ അറിവുള്ള ആളായിരുന്നു. എങ്കിലും വളരെ ദരിദ്രനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ആരുടെ മുമ്പിൽ ചെന്നും ദാനം ചോദിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമായിരുന്നു അദ്ദേഹം അത് മേടിച്ചിരുന്നത്. പക്ഷേ ഈ ബ്രാഹ്മണന്റെ സ്വഭാവത്തോട് ഒട്ടും തന്നെ ചേരാത്ത ഒരു സ്വഭാവമുള്ള ഒരു ഭാര്യയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ ഭാര്യയുടെ സഹോദരിയെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ സഹോദരി വളരെ സമ്പന്നയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഈ സഹോദരിയെ കാണുമ്പോഴൊക്കെ തൻ്റെ ദുരവസ്ഥയെപ്പറ്റി ഓർത്ത് ഈ ബ്രാഹ്മണന്റെ ഭാര്യ വിലപിക്കുകയും അതനുസരിച്ചിട്ട് തൻ്റെ ഭർത്താവിനോട് എപ്പോഴും തൻ്റെ അവസ്ഥയെപ്പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. കാലക്രമേണ ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോട് വളരെ ദേഷ്യം തോന്നുകയും
ഈ ബ്രാഹ്മണൻ എന്തു പറഞ്ഞാലും അതിൻ്റെ വിപരീതം മാത്രം അനുസരിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. അത് ഈ ബ്രാഹ്മണന് വളരെ വിഷമമുണ്ടാക്കി. എങ്കിലും ബ്രാഹ്മണൻ പഴയ സ്വഭാവം തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കല് അദ്ദേഹത്തിന്, അതായത് ഈ ബ്രാഹ്മണന് തൻ്റെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യേണ്ടുന്ന ഒരു സമയം എത്തിച്ചേർന്നു. ശ്രാദ്ധം ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം, ബ്രാഹ്മണരെ വിളിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങുകളൊക്കെ ചെയ്യണമെന്ന് ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ അതൊരിക്കലും സമ്മതിക്കുകയില്ല. ഭർത്താവ് പറയുന്നതിന് നേരെ വിപരീതം മാത്രമേ ഭാര്യ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ചിട്ട് ഈ ബ്രാഹ്മണൻ വളരെയധികം വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ആ ബ്രാഹ്മണന്റെ ചില സുഹൃത്തുക്കൾ അവിടേക്ക് വരികയും എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. ഈ ബ്രാഹ്മണൻ തൻ്റെ വിഷമം ആ സുഹൃത്തുക്കളോട് പറഞ്ഞു. അവരൊരു മാർഗം പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും അതിന് വിപരീതമല്ലേ നിന്റെ ഭാര്യ അനുസരിക്കുന്നത്. അതുകൊണ്ട് ശ്രാദ്ധം ചെയ്യണ്ട എന്ന രീതിയിൽ നീ അവളോട് പറയുക. അപ്പോൾ അവൾ ശ്രാദ്ധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണന് വളരെ സന്തോഷമായി. അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണൻ തൻ്റെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നാളെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ്. പക്ഷേ അദ്ദേഹം എനിക്ക് ഒരു സമ്പത്തും ബാക്കി വെച്ച് തന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ദാരിദ്ര്യമെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അതിനാൽ അദ്ദേഹത്തിന് ശ്രാദ്ധം ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണവും നീ ചെയ്യരുത്. നല്ല ബ്രാഹ്മണരെ ഒന്നും തന്നെ വീട്ടിലേക്ക് വിളിക്കരുത്. അതിനു പകരം ഏതെങ്കിലും ദുഷ്ടബ്രാഹ്മണരെയോ അതുപോലെ തന്നെ ചൂതാട്ടക്കാരെയോ ഒക്കെ ക്ഷണിക്കണം. എന്നിട്ട് അവർക്ക് നമുക്ക് ആഹാരം കൊടുക്കാം. ഇങ്ങനെ എന്താണോ താൻ ആഗ്രഹിക്കുന്നത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. ബ്രാഹ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭാര്യയ്ക്ക് അയാൾ പറഞ്ഞതിന് വിപരീതമായി ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ശ്രാദ്ധം ചെയ്യാൻ ആവശ്യമായ എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും അവൾ അവിടെ നടത്തുകയും ചെയ്തു. വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നഗരത്തിലെ ഏറ്റവും മികച്ച ബ്രാഹ്മണരെ ക്ഷണിക്കുകയും വേണ്ട ആചാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ നല്ല ഭംഗിയായി ശ്രാദ്ധം അവിടെ നടത്തി. അതിനുശേഷം പിണ്ടദാനം ചെയ്യേണ്ടുന്ന സമയമായി. പക്ഷെ ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് വിപരീതമായി പറയണം എന്നുള്ള കാര്യം ബ്രാഹ്മണൻ അങ്ങ് മറന്നുപോയി. ബ്രാഹ്മണൻ ഭാര്യയോട് പറയുകയാണ്, പക്ഷേ ഒരു കാര്യം നീ മറന്നു പോയല്ലോ, പിണ്ഡങ്ങളെ ഗംഗാനദിയിൽ ഒഴുക്കിയില്ലല്ലോ. ആ ശുദ്ധാത്മാവ് അങ്ങനെ അങ്ങ് പറഞ്ഞുപോയി. അത് കേട്ടതും അതിന് വിപരീതമായി ചെയ്യണമെന്ന് ഭാര്യയ്ക്ക് തോന്നി. ഭാര്യ ഉടൻ തന്നെ ഈ പിണ്ഡങ്ങളെ ഏറ്റവും മലിനമായ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവം ഈ ബ്രാഹ്മണന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ലക്ഷ്മി ദേവി ഇല്ലാത്തത് കൊണ്ടാണ്, തനിക്ക് മഹാലക്ഷ്മിയുടെ പ്രസാദം ഇല്ലാത്തത് കൊണ്ടാണ് തനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ഈ ബ്രാഹ്മണൻ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തണം, അതിനുവേണ്ടി തപസ് അനുഷ്ഠിക്കണം എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒരു വിജനമായ കാട്ടിൽ എത്തുകയും അവിടെ കിഴങ്ങുകളും വേരുകളും മാത്രം ഭക്ഷിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിച്ചിട്ട് മാത്രമേ താനിനി വീട്ടിലേക്ക് മടങ്ങി പോവുകയുള്ളൂ എന്ന ഒരു പ്രതിജ്ഞ അദ്ദേഹം എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നാള് അദ്ദേഹം ആ കാട്ടിൽ അങ്ങനെ പ്രാർത്ഥിച്ചു താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിന മാസത്തിലെ ശരത് പൂർണിമ വരുന്നത്. ആ കാട്ടില് കാളിയൻ എന്ന നാഗത്തിൻ്റെ വംശത്തിലെ ചില പെൺനാഗങ്ങൾ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് അവിടെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അവര് ആ വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചൂതാട്ടം എന്ന ആ ഒരു കളി അവരത് ചെയ്തുകൊണ്ടിരുന്നു.
അവരിങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കൂടി അവരുടെ കളിയിൽ ചേർക്കണം എന്നുള്ള അവസ്ഥ വരികയും അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നതിനായി അവര് ആ കാട്ടിൽ തിരിയുകയും ചെയ്തു. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നദിയുടെ തീരത്ത് ഒരു ബ്രാഹ്മണൻ ഇരിക്കുന്നതായി കാണുന്നത്. ഉടൻ തന്നെ ഈ നാഗകന്യകമാർ ആ ബ്രാഹ്മണന്റെ അടുക്കൽ എത്തിച്ചേരുകയും അവൻ ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് തപസ് ചെയ്യാൻ വന്ന ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഈ നാഗകന്യകമാർ, ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്, ഞങ്ങളിപ്പോൾ ചൂതാട്ടം കളിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് പങ്കുചേരാമോ എന്ന് ഈ നാഗകന്യകമാർ ഈ ബ്രാഹ്മണനോട് ചോദിക്കുന്നു. ബ്രാഹ്മണൻ അത് കേട്ടപ്പോൾ ഈ നാഗകന്യകമാരോട് ചോദിക്കുകയാണ്, എന്തൊരു അന്യായമായ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ചൂതാട്ടം കളിക്കുന്നത് ശരിയല്ല, അത് സമ്പത്ത് നഷ്ടപ്പെടുത്തും എന്ന് ഈ ബ്രാഹ്മണൻ ഈ കന്യകമാരോട് പറയുന്നു. അപ്പോൾ അതിലെ ഒരു പെൺകുട്ടി പറയുകയാണ്, ഒരു നാഗകന്യക പറയുകയാണ്, നീ വലിയ പണ്ഡിതനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്, പക്ഷേ നിന്റെ ചിന്തകൾ ഒരു വിഡ്ഢിയെ പോലെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ബ്രാഹ്മണനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പ്രസാദവും കരിക്കിന്റെ വെള്ളം, അതായത് തേങ്ങയുടെ വെള്ളവും നൽകുന്നു. അതിനുശേഷം ലക്ഷ്മി ദേവി പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ആ ബ്രാഹ്മണനുമായി ചൂതാട്ടം കളിക്കുകയും ചെയ്തു. അങ്ങനെ നാഗകന്യകൾ അമൂല്യമായ രത്നങ്ങളാണ് ആദ്യമായി പണയപ്പെടുത്തുന്നത്. പക്ഷേ ബ്രാഹ്മണന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അതിനാൽ അയാൾ ആദ്യം തൻ്റെ പൂണൂലാണ് പണയപ്പെടുത്തുന്നത്. അതിനുശേഷം അദ്ദേഹം താൻ യജ്ഞങ്ങളും ഹോമങ്ങളുമൊക്കെ നടത്തി കിട്ടിയ പുണ്യം, ആ പുണ്യവും പണയം വെക്കുന്നു. പക്ഷേ ഈ ചൂതാട്ടത്തിൽ ഇത് രണ്ടും ഇയാൾക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയായി. അതിനുശേഷം ഈ ബ്രാഹ്മണൻ സ്വന്തം ശരീരത്തെ പണയപ്പെടുത്തുന്നു. ആ സമയം അർദ്ധരാത്രി സമയമായിരുന്നു. ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ആ വഴി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ മഹാവിഷ്ണു മഹാലക്ഷ്മിയോട് ചോദിക്കുകയാണ്, ദേവിയുടെ വ്രതം അനുഷ്ഠിക്കുന്ന ആ ബ്രാഹ്മണൻ എത്ര ദുരിതത്തിലായിരിക്കുന്നു എന്ന് അവിടുന്ന് കാണുന്നില്ലേ? ദയവായി അവിടുത്തെ ഭക്തന്റെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കി അദ്ദേഹത്തിന് സമ്പത്തും സമൃദ്ധിയും സന്തോഷവും നൽകണം എന്ന് മഹാവിഷ്ണു മഹാലക്ഷ്മിയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ മഹാലക്ഷ്മി ബ്രാഹ്മണന് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുകയും അതോടുകൂടി അവൻ്റെ എല്ലാ ദാരിദ്ര്യങ്ങളും അകന്നു പോവുകയും ചെയ്തു. മഹാലക്ഷ്മി ഈ ബ്രാഹ്മണനെ അനുഗ്രഹിച്ച ഉടൻ തന്നെ ഈ ബ്രാഹ്മണന്റെ രൂപം തന്നെ മാറിപ്പോയി. അദ്ദേഹം ഒരു കാമദേവനെ പോലെ സൗന്ദര്യമുള്ളവനായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഈ രൂപം ആ നാഗകന്യകമാരെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ ഈ മനോഹരമായ രൂപം കണ്ട നാഗകന്യകമാർ അവനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, ഞങ്ങളിപ്പോൾ താങ്കളെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ താങ്കൾ ഞങ്ങളുടെ ഭർത്താവായി ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ഈ ബ്രാഹ്മണൻ സന്തോഷത്തോടുകൂടി അവരുടെ ഇഷ്ടം നിർവഹിച്ചു കൊടുത്തു. ബ്രാഹ്മണൻ എല്ലാ പെൺകുട്ടികളെയും ഗാന്ധർവ വിവാഹം പ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ നാഗകന്യകമാർ പ്രസാദിക്കുകയും ധാരാളം സമ്പത്ത് ഈ ബ്രാഹ്മണന് കൊടുക്കുകയും ചെയ്തു. ഈ സമ്പത്തുമായി ബ്രാഹ്മണൻ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആ സമയത്ത് ബ്രാഹ്മണൻ ചിന്തിക്കുകയാണ്, തൻ്റെ ഭാര്യ തന്നെ അവഗണിക്കുകയും അനാദരവ് തന്നോട് കാണിക്കുകയും ചെയ്തതുകൊണ്ടാണ് തനിക്ക് ഇപ്പോൾ ഈ സമൃദ്ധികളെല്ലാം കൈവന്നത്. ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ബ്രാഹ്മണന് തൻ്റെ ഭാര്യയോട് വളരെയധികം ബഹുമാനം തോന്നുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു ചെന്ന് ഈ സമ്പത്തെല്ലാം തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. അതോടുകൂടി ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. അതിനുശേഷം ഭർത്താവിൻ്റെ ആജ്ഞകൾ ആ ഭാര്യ അനുസരിക്കാൻ തുടങ്ങുകയും ചെയ്തു.
അതോടുകൂടി ബ്രാഹ്മണന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. അദ്ദേഹം എല്ലാവിധത്തിലും സന്തുഷ്ടനും സമ്പന്നനുമായി തീരുകയും ചെയ്തു. ഇങ്ങനെ ഒരു കഥ മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സമ്പത്ത് ഒരു മനുഷ്യന് വളരെയധികം അത്യാവശ്യമാണ്. സമ്പത്തില്ലാത്ത മനുഷ്യന് പലതരത്തിലുള്ള അവഗണനകളും അനാദരവുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഒരു മനുഷ്യന് വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ പ്രസാദത്തിനായി, മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അന്നേ ദിവസം, ശരത് പൂർണിമ ദിവസം മഹാലക്ഷ്മിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കുക. ആനപ്പുറത്തിരിക്കുന്ന മഹാലക്ഷ്മിയുടെ രൂപത്തെയാണ് അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. ഈ ദിവസം ഭക്തർ ഭക്തിപൂർവം ദേവിയെ പ്രാർത്ഥിക്കുകയും വിളക്കുകൾ ദാനം ചെയ്യുകയും ചെയ്യുക. വിളക്കുകൾ കൂടാതെ അന്നദാനം ചെയ്യുന്നതും അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. നെയ്യ് ഉപയോഗിച്ച് 5 തിരിയിട്ട വിളക്ക് തെളിയിച്ച് അന്നേ ദിവസം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നെങ്കിൽ ചെയ്യുക. അതിന് കഴിവില്ലാത്ത എല്ലാവരും തന്നെ കരിക്കിൻ്റെ വെള്ളം അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. ഇങ്ങനെ ഭക്തിപൂർവം മഹാലക്ഷ്മിയെ പൂജിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകുമെന്നും സനൽകുമാര സംഹിതയിൽ വിവരിച്ചിരിക്കുന്നു. അത്ര ശ്രേഷ്ഠമായ വ്രതമാണ് ഈ പൗർണമി തിഥിയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കോജാഗര വ്രതം. വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ മലയാളികളാണ് ഈ ദിവസങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ എല്ലാ ദിവസവും നിറച്ച് നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥനയും ഇല്ലാതെ ജീവിച്ചു പോകുന്നത്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ. അമാവാസി, പൗർണമി ഈ ദിവസങ്ങളിലൊന്നും തന്നെ അവര് നോൺ വെജ് കഴിക്കാറില്ല. ആ ദിവസങ്ങളൊക്കെ അവര് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യും. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ധാരാളം വിളക്കുകൾ അന്നവര് തെളിയിക്കും. ഈ പൗർണമി ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മൺചിരാതുകൾ നമ്മൾ ദീപാവലിക്ക് തെളിയിക്കുന്നത് പോലെ എത്ര വിളക്ക് തെളിയിക്കാൻ പറ്റുമോ അത്രയും വിളക്കുകൾ തെളിയിക്കുക. ഒറ്റ സംഖ്യയിൽ തെളിയിക്കുന്നത് ശ്രേഷ്ഠം. ഇനി പുറത്ത് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കത്തിക്കുന്നത് അവിടെ ഒരു 5 മൺചിരാതെങ്കിലും വെച്ച് ഒന്ന് കത്തിക്കാനായിട്ട് ശ്രമിക്കുക. നിലവിളക്ക് തെളിയിക്കുമ്പോൾ നെയ്യ് ഉപയോഗിച്ച് തെളിയിക്കുന്നത് മഹാലക്ഷ്മി പൂജയ്ക്ക് വളരെ വളരെ ശ്രേഷ്ഠമാണ്. വിളക്ക്, അതായത് നിലവിളക്ക് തെളിയിക്കുന്ന ആ എണ്ണയിൽ ഒരു ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ട് തെളിയിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ആ സമയത്ത് ഈ ഏലക്ക എന്ന് പറയുന്നത് മഹാലക്ഷ്മി സാന്നിധ്യം, ഏലക്കയുടെ ഗന്ധമുള്ളിടത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റുന്നതിനായി ഈ വ്രതം വളരെ വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് പൗർണമി ദിവസത്തിലെ പ്രാർത്ഥന. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ, വ്രതമായി അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്തുക. അന്നേ ദിവസം ഭഗവതിക്ക് എന്തെങ്കിലും ഒരു പ്രസാദം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. നോൺ വെജ് ഒഴിവാക്കി അന്നേ ദിവസം ഒന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒന്ന് ചെയ്തു നോക്കൂ. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി, പൂർണ്ണമായ പ്രാർത്ഥനയോടുകൂടി മഹാദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവതി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യും. മൈത്രേയ മുഹൂർത്തത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. കാണാത്ത എല്ലാവരും
അത് കാണണം. കാരണം ആ സമയത്ത് കടം കൊടുത്തു തീർക്കാൻ സാധിക്കാത്ത എല്ലാവർക്കും ആ സമയത്ത് ചെയ്യുന്ന ചില പ്രവർത്തികൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടങ്ങൾ മാറുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, ആഗ്രഹ പൂർത്തീകരണത്തിന് ആ സമയം ഉപകരിക്കും. കാണാത്ത എല്ലാവരും തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, അത് കണ്ട് ആ സമയം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.